നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി എന്തെങ്കിലും ഒന്ന് കഴിക്ക. ഇങ്ങനെ കിടന്ന കുഞ്ഞിന്റെ കാര്യം എന്താവും? ഈ സമയം സൂക്ഷിക്കേണ്ട കാലമല്ലേ? അദ്ദേഹം തിരിച്ചു വരും. അന്നേരം ചേച്ചി ഇപ്പോ അനുഭവിക്കുന്നതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. ചേച്ചി ഞാൻ പറയുന്നതൊന്ന് ചേച്ചി കേക്ക്. ഒരു ഗ്ലാസ് പാലെങ്കിലും ചേച്ചി ഇപ്പൊ കുടിക്ക. ഞാൻ എന്തിനെ ജീവിക്കണം? സഞ്ജു എനിക്ക് എന്തിനെങ്ങനെ ഒരു ശിക്ഷ തന്നു? മോളെ നീ ഒന്ന് എഴുന്നേൽക്ക്. ചേച്ചി ഇത്ര നേരായിട്ടും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. മോളെ ഇങ്ങോട്ട് എഴുന്നേക്ക് മോളെ. ശ്രീകുട്ടി കരയാതെ മോളെ. അവൻ അങ്ങനെ ഒരു കടുകയൊന്നും ചെയ്യില്ല മോളെ. സഞ്ജുവിന്റെ ഒരു ചെരുപ്പ് കടൽ തീരത്ത് നിന്ന് കിട്ടിയതല്ലേ അച്ഛ? കാർ അവിടെ ഉണ്ടത്ര. സഞ്ജു പിന്നെ എവിടെ പോയി? ഒരു രാത്രിയാ കഴിഞ്ഞു പോയത്. രാവിലെ ആയിട്ടും സഞ്ജുവിനെ പറ്റി ഒരു വിവരവും ഇല്ല. സഞ്ജുവിനെ കണ്ട ആരുമില്ല. ഞാൻ എങ്ങനെ സമാധാനിക്കണമെന്ന് അച്ഛൻ പറയുന്നത്? എന്റെ സഞ്ജുവിന് എന്ത് പറ്റിയെന്ന് ആരെങ്കിലും ഒന്ന് പറ. നിങ്ങളൊക്കെ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ. നിങ്ങൾക്കറിയോ സഞ്ജുവിന് എന്താ പറ്റിയെന്ന്? സത്യമായിട്ടും അച്ഛനൊന്നും അറിയില്ല മോളെ. ചേച്ചിക്ക് അറിയാതിരിക്കെ അദ്ദേഹം വരും. വരും പോലും. എന്നെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ പോകുന്നേ? കടലിൽ ചാടിയെന്ന് വരുത്തി തീർത്ത് അവൻ സ്ഥലം വിട്ടു പോയതാ. എനിക്ക് അവനെ വിശ്വാസമൊന്നുമില്ല. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിട്ടെ അത് ഒളിച്ചു വെച്ചവനവന്. അവനെ എങ്ങനെ വിശ്വസിക്കും? നീ ഒന്ന് നാവടക്ക് കാഞ്ചനെ. എവിടെ എന്താ പറയേണ്ടത് പോലും അറിയില്ല. ഞാൻ നാവടക്കേന്റെ ശിക്ഷയാ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മോളെ അവന് വേറെ ആപത്തൊന്നും പറ്റിയിട്ടില്ല. ഇത് അവന്റെ ഒരു നാടകമാ. ഇനിയെങ്കിലും നീ അതൊക്കെ മനസ്സിലാക്ക. കരക്കാരെ കബളിപ്പിക്കാനാ അവൻ ബുദ്ധിപൂർവം കാർ അവിടെ കൊണ്ടിട്ടിട്ട് സ്ഥലം വിട്ടത്. നീ ഇപ്പം തന്നെ ഞങ്ങളുടെ കൂടെ വരണം. ഇതൊരു ശാപം കിട്ടിയ വീടാ. നിന്നെ കൂടെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. അമ്മ ദയവേത് മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത്. മനസാക്ഷി കാണിച്ചിട്ട് എന്താ കിട്ടിയത് നിനക്ക് ഇതുവരെ? ഇനി ആരെ പ്രതീക്ഷിച്ചാ നീ ഇവിടെ കിടക്കുന്നത്? ദുരന്തങ്ങൾ ഒഴിഞ്ഞിട്ട് ഈ വീട്ടിൽ നേരമുണ്ടോ? എന്ത് സഹിക്കാൻ തയ്യാറായി തന്നെ ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇനി ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല. നിന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. തിരിച്ചു വരാനാ ഉദ്ദേശമെങ്കിലേ കാറ് കൊണ്ടുപോയി കടപ്പുറത്ത് ഇട്ടിട്ട് കടലിൽ ചാടിയെന്ന് വരുത്തി തീർക്കാനെ ചെരുപ്പ് ഊരിട്ടിട്ട് സ്ഥലം വിടുവോ? എന്റെ ഈശ്വര, എന്റെ മോൻ കടലിലേക്കാണോ പോയെ? എന്റെ മോനെ കാഞ്ചനെ, നീ ഓരോന്ന് പറഞ്ഞ് ശ്രീദേവി ടെൻഷൻ എടുപ്പിക്കാതെ.
നമ്മളെ മറന്ന് അവൻ അങ്ങനെ ഒരു കഴുകി ചെയ്യില്ല ശ്രീദേവി. നമുക്ക് അവൻ മാത്രമേ ഉള്ളൂ എന്ന് അവൻ അറിയാം. അയ്യോ, നീ എങ്ങോട്ടാ മോനെ പോയത്? അമ്മയോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അമ്മയോട് പറഞ്ഞിട്ടല്ലേ മോൻ ഈ കണ്ട പ്രവൃത്തികളൊക്കെ ചെയ്തത്? കൺമുന്നിൽ തന്നെ ഒരുത്തി നിപ്പുണ്ടല്ലോ. കാഞ്ചനെ വായടച്ച് നിൽക്കാനാ നിന്നോട് പറഞ്ഞത്. വായ എടുക്കേണ്ടത് പ്രഭയാ. മകളുടെ ജീവിതം പെരുവഴിയിലായില്ലേ? അച്ഛാ, ഞാൻ പറയുന്നത് അച്ഛനെങ്കിലും ഒന്ന് കേൾക്കണം. ഈ വീട്ടിൽ എന്തൊക്കെയോ ഗ്രഹപ്പിഴകളുണ്ട്. അമ്മയുടെ മരണം, കവിത ജയിലുമായി, ഇപ്പൊ വീട് ബിസിനസ്സും എല്ലാം കടക്കടിയിലും. എല്ലാം ആ ദോഷം കൊണ്ട് സംഭവിച്ചതാ. തറവാടിന്റെ ശാപം ഗ്രസിച്ചിരിക്കുക. എനിക്ക് ഈ ജ്യോതിഷത്തിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ ആശ്രയിക്കാൻ കഴിയുന്നത് അതേ ഉള്ളൂ. നീ എന്താ പറഞ്ഞു വരുന്നത്? ഒരു ജ്യോത്സ്യനെ വിളിച്ച് പ്രശ്നം വെപ്പിക്കണം. കവിത അമ്മയെ കൊല്ലാനല്ലേ പദ്ധതിയിട്ടത്? അതുപോലെ തന്നെ കൂട്ട ആത്മഹത്യയുടെ വക്കിൽ വന്ന് എത്തി നിൽക്കുക എവിടുത്തെ പ്രശ്നം. സത്യം എന്താണെന്ന് മാഡം എന്നോടെങ്കിലും ഒന്ന് പറയണം. എനിക്ക് സഞ്ജനയുടെ തെറ്റിദ്ധാരണ മാറ്റാനാ. നീ എന്താ പറഞ്ഞത്? സഞ്ജുവിനെ ഞാൻ തട്ടിക്കൊണ്ടു പോയെന്നല്ലേ? ആരാ നിന്നോട് ഈ അനാവശ്യം പറഞ്ഞത്? എനിക്കതറിയണം. ഇന്നലെ വീട്ടിൽ നിന്നിറങ്ങിയ സഞ്ജു ഈ നിമിഷം വരെ മടങ്ങിയെത്തിയിട്ടില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അവനെ അന്വേഷിച്ച് അലയുക. എവിടെയാണെന്ന് ഒരു വിവരമില്ല. മാഡം ഇതൊന്നും അറിഞ്ഞില്ലേ? ഞാനും അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയതാ. ശാസ്ത്രികളെ വരുത്തി പ്രശ്നം വെച്ച് നോക്കാം. പരിഹാരക്രിയകളും ചെയ്യാം. ശാസ്ത്രികളെ അല്ല അച്ഛൻ വിളിക്കേണ്ടത്. ഈ കുടുംബത്തെ പറ്റി എല്ലാം അറിയാവുന്ന ആളാ ശാസ്ത്രികള്. ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും അറിയാത്ത ഒരു ജ്യോത്സ്യനെയാ വരുത്തേണ്ടത്. അച്ഛാ, അങ്ങനെ ആരുണ്ട് അച്ഛാ? ഒരാളുണ്ട്, ജയരാമ പൊതുവാൾ. അച്ഛാ, അച്ഛാ അദ്ദേഹത്തെ ഒന്ന് വിളിക്ക്. കാഞ്ചന പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹാര പൂജ ചെയ്യാലോ. ആ അമ്മോ, ശ്രീദേവി മുറി കൊണ്ട് കിടത്ത്. അമ്മേ, അദ്ദേഹം തിരിച്ചു വരും. അമ്മേ, അമ്മ വന്നേ, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.